ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പ് ധ്യാന ചിന്തകൾ 17-ാം ദിവസം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 8ഉം 9ഉം വാക്യങ്ങൾ വായിച്ചുകൊള്ളട്ടെ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. കർത്താവുമൊത്തുള്ള ഒരു തീർത്ഥയാത്രയാണ് നോമ്പുകാലം. കർത്താവുമൊത്ത് സഹന വഴികൾ പിന്നിട്ട് പുനരുത്ഥാന മഹോത്സവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കണം നമ്മുടെ നോമ്പുകാലം. ആ യാത്രയിൽ നമ്മുടെ ഭാരങ്ങളെയും പാപങ്ങളെയും പുറകിൽ ഉപേക്ഷിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നതാകണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഇന്നത്തെ വേദഭാഗത്തിൽ നിന്നും പ്രധാനമായി 3 ചിന്തകളാണ് ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടേണ്ടവരായിരിക്കണം നാം. ദൈവ പദ്ധതിക്കായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവ നിയന്ത്രണത്തിന് വിധേയനായ പൗലോസ് അപ്പോസ്തലന് അതുവരെ ആർക്കും വെളിവാകാത്ത അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ശക്തമായി ഉറപ്പാകുന്നു നമുക്ക് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. രണ്ടാമതായി, സഭ ഏക ശരീരം. ഇതാകുന്നു പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം. സഭ മനുഷ്യനിർമ്മിതമല്ല, ദൈവത്താൽ വിളിക്കപ്പെട്ട കൂട്ടമാണ്. 1 കൊരിന്ത്യർ 12:13 ഇപ്രകാരം കാണുവാൻ സാധിക്കും: യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. കർത്താവ് ഒരുവൻ ആയതിനാൽ സഭ ഏകമാണ്. നമ്മുടെ സഭയുടെ ഏകത ക്രിസ്തുവിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. മൂന്നാമതായി, സുവിശേഷം ഒളിച്ചു വെക്കുവാനുള്ളതല്ല. ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷകൻ എന്നതായിരിക്കണം നമ്മുടെ ആപ്തവാക്യം. സുവിശേഷത്തിന്റെ കാതൽ യേശുക്രിസ്തുവാണ്. ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്നത്രേ പൗലോസ് ഉത്ബോധിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദിവ്യസ്നേഹം രുചിച്ചറിഞ്ഞ ഓരോരുത്തരുടെയും ധർമ്മമാണ് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുക എന്നത്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൽ അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനായി നാം ശ്രമിക്കണം. അപ്രകാരം നിത്യജീവൻ അവകാശികളായി തീരുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു നോമ്പുകാലം ഞങ്ങൾ ആചരിക്കുമ്പോൾ അനേകരെ അങ്ങിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവിക നിയന്ത്രണത്തിന് വിധേയരായി ജീവിപ്പാനും സുവിശേഷവാഹകരായി ദൈവരാജ്യ കെട്ടുപണിക്ക് അംശികളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. ആമേൻ.